എല്ലാവർക്കും ആൻറ്റി ഫ്ലേവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്. ഇത് എൻ്റെ 2 മക്കളാണ്. ഇതിനകത്ത് ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് വ്യൂ, നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇന്ന് വൈകിട്ട് ഞങ്ങളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ പാർട്ടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാർട്ടി, കുറച്ച് ഇവളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനകത്തുള്ള ബെല്ലൈക്കനിൽ ഓളിനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കുക്കിംഗ് വീഡിയോസും വ്ലോഗും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വ്യൂസൊക്കെ കാണാം. ഇതാണ് ഞങ്ങളുടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയണത്. ഇപ്പോൾ ഈ സൈഡ് ഇങ്ങനെ പോയിട്ട് കുറച്ച് മാന്തോപ്പാണ് അപ്പുറത്തെ സൈഡിലൊക്കെ. ഇതൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് കുറച്ച് മലയാണ്. ആ മലയുടെ അപ്പുറമാണ് നമ്മുടെ മലമ്പുഴ ഡാം വരുന്നത്. അപ്പം നമ്മൾ ആ വഴി കൂടെയാണ് ഞാൻ ഇതിന് മുന്നേ ഒരു ബ്ലോഗ് ഇട്ടപ്പോൾ കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ അപ്പുറത്ത് 1-2 വീടുകളൊക്കെ ഉള്ളൂ ഈ സൈഡിൽ, അധികമൊന്നുമില്ല. പിന്നെ അതാണ് മുകളിലേക്ക് അങ്ങോട്ട് പോകുന്ന റോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ള റോഡാണ് ഈ കാണുന്നത്. അങ്ങോട്ട് കുറച്ച് ഇപ്പം ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും 12 മണി 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. എന്നാലും നല്ല മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം നല്ലൊരു തണുപ്പിൻ്റെ സീസണൊക്കെയാണ്. അപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ പരിചയപ്പെടുത്തിത്തരാം. അപ്പൊ ആദ്യം കേക്ക് മതി. അത് കഴിഞ്ഞിട്ട് അത് വെറുതെ ഇരിക്കുമ്പോ അവർക്ക് വേഗം പോകാനുള്ളത്. ഇവിടെ വേഗം സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര പേടിയായിരിക്കും ആൾക്കാർക്ക്. അപ്പൊ എന്താണ് എന്റെ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ എനിക്ക് ഇച്ചിരി സമയം വേണം. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം പോയി. +1 ഞങ്ങളുടെ ക്ലാസ്സിൽ 15 പേരുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഫ്രണ്ട്സാണ്. എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരെയും ഞാൻ പരിചയപ്പെടുത്താം. ആൻജോന്റെ അടുത്തിരിക്കുന്നത് മാളവിക. അവൾ നല്ലോണം ഡാൻസ് കളിക്കും. പിന്നെ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അമല, തൊട്ടപ്പുറത്തിരിക്കുന്നത് ഡൊമിനിക്ക്. ഇവരൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളവരാണ്. ഇനി ഇത് കൂടാതെ വരാൻ പറ്റാത്തവരെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ശ്രീജിത്ത്, പവിത്ര, കിഷോർ, ഫിയോണ, എൽഫ്രഡ്, സമീക്ഷ, എബിൻ രാജ്. ഇവൻ ഒരു യൂട്യൂബറാണ്.
ഇവൻ്റെ വീഡിയോസ് കിടിലനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാം കണ്ടു നോക്കണേ. ഇത് ശ്രീനിധി, അശ്വിൻ, മരിയ, ആൽബിൻ, അവന്തിക. ഇനി പൂനെയിൽ നിന്നുള്ള എൻ്റെ കസിൻസിൻ്റെ ബർത്ത്ഡേ വിഷസ് ആണ്. Happy birthday to you. Happy birthday dear Anina. Happy birthday to you. ഇനി എനിക്ക് എൻ്റെ അമ്മയും അനിയനും ഫ്രണ്ട്സും തന്ന ഗിഫ്റ്റുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ടോ അവരെല്ലാവരും തന്ന എനിക്ക് ഗിഫ്റ്റ്. പിന്നെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്, പപ്പയുടെ ഗിഫ്റ്റ്. അത് ട്രൈപോഡ് സ്റ്റാൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ആൻജോ ഫ്ലേവേഴ്സിൻ്റെ വക അമ്മയും അമ്മച്ചിയും ആൻജോയും കൂടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റംസ് ആണിത്. അപ്പോൾ താങ്ക് യു അമ്മച്ചി, താങ്ക് യു അമ്മ, താങ്ക് യു ആൻജോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വ്ലോഗ് ഇട്ടപ്പോൾ ഇതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ വെള്ളമൊക്കെ കുറഞ്ഞു, മഴയൊക്കെ കുറഞ്ഞല്ലോ. മഴയുള്ള സമയത്താണ്, മലയിൽ മഴ പെയ്യുമ്പോഴാണ് കൂടുതൽ വെള്ളം അങ്ങനെ വരുന്നത്. പാമ്പൊന്നും ഉണ്ടാവില്ല. പാമ്പുണ്ടാവും, പാമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പച്ചളം കുത്തിയേ ഉണ്ടാവാം. ഈ വഴി അങ്ങനെ കയറിപ്പോ. ഈ വഴിയോ? ഇതിൽ കൂടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? കാടിന്റെ ഉള്ളിൽ ചെന്ന് ഇതെന്താ ശരി കാറ്റസ് നമ്മുടെ ഡെസേർട്ടിൽ കാണുന്ന സാധനം ഇവിടെയൊക്കെ ഇട്ടിട്ടാ. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്ന ആൾക്കാരൊക്കെ പോകാനുണ്ട്. നമ്മൾ നടക്കണില്ല കേട്ടോ, നമുക്ക് വരിക. പാമ്പെല്ലാം ഉണ്ട്, പോയിക്കോടാ. ഇവിടെ വെച്ച് രണ്ടായി പിരിയാണ്. ഇങ്ങോട്ട് പോണത് ഈ വഴി കാട്ടിലേക്ക് പോണതാണ്, ഈ വഴി വീട്ടിലേക്ക് പോണതാണ്. ആദ്യം കഴിച്ച വഴിയിലൂടെ നമ്മൾ പോവേണ്. അതിൻ്റെ ഉള്ളിലാണ് കാട്. ഇപ്പൊ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കയറി. കാട് ഇങ്ങനെയാണ്. കാട് ഇങ്ങനെ പോയി. നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ, നല്ല തണുപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാനായിട്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ആന ഉണ്ടോന്നാണ്. ആന ഉണ്ടെങ്കിൽ പിന്നാലെ തിരിഞ്ഞ് ഓടിക്കൊള്ളണം. അതിന്റെ മുമ്പിൽ നടക്കാൻ എനിക്ക് പേടിയാ. നമ്മളിപ്പോ കാടിന്റെ ഉള്ളിലാണ് കേട്ടോ. ഇതിലെ ആൾക്കാരിങ്ങനെ ചെറുതായിട്ട് ബൈക്കൊക്കെ ഓടിച്ചിട്ട് പോകാനുള്ള വഴിയൊക്കെ ഓടിച്ച് പോയി ആയിട്ടുണ്ട്. അവന് ഭയങ്കര പേടി, ആന ഒന്ന് പറഞ്ഞിട്ട്. ആനയൊന്നും ഈ സമയത്ത് വരില്ല പുറത്തേക്ക്. ആന വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ നേരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് സാധനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. ശരിക്കും നല്ല കൂളിംഗ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ വിചാരിക്കും പോണ്ടെന്ന് തോന്നും. കുറെ നേരമൊക്കെ നിന്ന് നല്ല സുഖമാണ്, നല്ല തണുപ്പ്. എത്ര ചൂടാണെങ്കിലും ഇവിടെ വന്ന് നിന്ന് നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യണത്. റബ്ബറും തോട്ടം ഇവിടെ ഇങ്ങനെ നീളയാണ്. നിറയെ ഉണ്ട് റബ്ബറും തോട്ടം ഇവിടെ. രണ്ട് മൂന്ന് അതിഥികൾ കൂടി ഉണ്ട്. ഇത് ഉടുമ്പാണ്, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ താമസം. പിന്നെ ഇതാ ഒരു പുള്ളിപ്രാവ്, അതായത് ഇത് എല്ലാം കഴിക്കും, അങ്ങനത്തെ പ്രാവാണിത്. പിന്നെ നിറയെ മയിലമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.